ആബിദ് പറഞ്ഞു, അല്ല, ഞാൻ സമ്മതിക്കില്ല. നിങ്ങൾ മറച്ചു വെച്ചിരിക്കുകയാണ് നിങ്ങളുടെ നന്മകൾ. അതുകൊണ്ട് എന്നോട് പറയാതെ വല്ല നന്മകളും നിങ്ങൾ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ, സ്വകാര്യമാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ, പടച്ചവനെ ഓർത്ത് നിങ്ങൾ എനിക്കതൊന്ന് പഠിപ്പിച്ചു തരണം, എനിക്ക് മനസ്സിലാക്കാനാണ്. സ്വകാര്യമായി റബ്ബും നിങ്ങളും മാത്രം അറിയുന്ന വിധത്തിൽ വേറെ വല്ല നന്മകളും നിങ്ങൾക്കുണ്ടോ? ഈ ആടുമേക്കുന്ന പെണ്ണാണല്ലോ നിങ്ങൾക്കുണ്ടോ? പെണ്ണ് പറഞ്ഞു, വലിയ കർമ്മങ്ങളോ അമലുകളോ ഒന്നും എനിക്കില്ല. എങ്കിലും വകാനത്തിലി ഹുസൈല, ചെറിയൊരു കാര്യമുണ്ട്, നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ല, നിങ്ങളത് കണ്ടിട്ടുമില്ല. ഒരു ചെറിയ കാര്യം, ഹുസൈല, ചെറിയ കാര്യം. ആബിദ് ചോദിച്ചു, എന്താ ഈ ചെറിയ കാര്യം? ഫഖാലത്ത്, മഹദി പറഞ്ഞു, ആ ചെറിയ കാര്യം എന്താണെന്നറിയോ? അല്ലാഹു വല്ല പ്രതിസന്ധിയിലും എന്നെ എത്തിച്ചാൽ, വല്ല മുസീബത്തുകളും എനിക്ക് തന്നാൽ, വല്ല കഷ്ടപ്പാടിലും ഞാൻ ചെന്ന് വീണാൽ, അതിൽ നിന്ന് പെട്ടെന്ന് മോചിതയാകാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കാറില്ല. വല്ല ക്ലേശത്തിലും ബുദ്ധിമുട്ടിലും ഞാൻ ചെന്നെത്തിയാൽ അതിൽ നിന്ന് പെട്ടെന്ന് കൈച്ചിലാകാൻ, രക്ഷപ്പെടാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കാറില്ല. പിന്നെയോ, എന്തെങ്കിലും രോഗം എന്റെ ശരീരത്തിലേക്ക് വന്നാൽ ഉടനെ ശമനത്തിനായി ഞാൻ പ്രാർത്ഥിക്കാറില്ല, ഞാൻ ആഗ്രഹിക്കാറില്ല. ഒരു പനിയോ എന്ത് രോഗാവട്ടെ വന്നാൽ ഉടനെ തന്നെ ഞാൻ അതിൽ നിന്ന് മോചിതയാകാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയോ ഈ രോഗം പെട്ടെന്നൊന്ന് വിട്ടൊഴിഞ്ഞു പോകട്ടെ എന്ന്. അങ്ങനെയുള്ളോ അള്ളാഹിന്റെ ആരിഫീങ്ങളൊക്കെ രോഗം വന്നാൽ 3 ദിവസം ചികിത്സിക്കാത്ത, തീരെ ചികിത്സിക്കാത്ത സുദ്ദീഖീങ്ങളുണ്ട്, മരുന്ന് കഴിക്കാത്ത. അങ്ങോട്ടൊന്നും നമ്മൾ എത്തൂല്ല, നമ്മൾ പറയാ എന്നല്ലാതെ. എന്നാൽ മഹാന്മാരിൽ ചിലർ രോഗം വന്നാൽ 3 ദിവസം കഴിഞ്ഞിട്ട് എന്തെങ്കിലും ആലോചിക്കുള്ളൂ. എന്താ കാരണം? പടച്ചവനിൽ നിന്ന് വന്ന അതിഥിയാണ്. അതിഥിക്ക് എത്ര ദിവസം വീട്ടിൽ തങ്ങാ? 3 ദിവസം. അതിനപ്പുറമാകുമ്പോഴേ ഇനി പോണില്ലേന്ന് ചോദിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇത് അള്ളാഹുവിൽ നിന്ന് വന്ന അതിഥിയാ. അതിഥി പല കോലത്തിൽ വരും. ലക്ഷക്കണക്കിന് രൂപ ലാഭമായിട്ട് പടച്ചവന്റെ അതിഥി വരും. ആരോഗ്യം അള്ളാന്റെ അതിഥിയായിട്ട് വരും. ഭക്ഷണം അള്ളാഹുവിന്റെ അതിഥിയായി വരും. ഇതുപോലെ പടച്ചവന്റെ അതിഥിയാണ് ഈ അസുഖം. കർത്താള് വന്ന, വിരൂപിയായ ആള് വന്ന, കാണാൻ കൊള്ളാത്ത ആള് വന്ന, നിനക്ക് ഇവിടെ ഞാൻ താമസിക്കാൻ സൗകര്യം തരൂല എന്ന് പറഞ്ഞ് അതിഥിയായി അംഗീകരിക്കാതിരിക്കില്ലല്ലോ മാന്യൻ. ഏതാള് വന്നാലും അതിഥിയായി മാനിക്കുമല്ലോ മാന്യൻ. അതുകൊണ്ട് പടച്ചവന്റെ ഭാഗത്ത് നിന്നുള്ള വിരുന്നുകാരനാണ്. 3 ദിവസം നിൽക്കട്ടെ, 4-ാം ദിവസം ആലോചിക്ക, ഇങ്ങനെ പറയുന്ന മഹാന്മാരുണ്ട്. അപ്പൊ പറഞ്ഞു വന്നത്, രോഗം എനിക്കുണ്ടാകുമ്പോൾ പെട്ടെന്ന് ആ രോഗത്തിൽ നിന്ന് ശമനം കിട്ടാൻ ഞാൻ ആഗ്രഹിക്കാറില്ല. 3-ാമത്, ഞാൻ ആടുമേച്ച് നടക്കുമ്പോൾ, കൊടും ചൂടിലൂടെ നടക്കുമ്പോൾ, വെയിലത്ത് ഞാൻ നടന്നു നീങ്ങുമ്പോൾ തണൽ ആശിച്ചുകൊണ്ട് ഞാൻ പെട്ടെന്ന് ആ ചൂടിൽ നിന്ന് മാറി നിൽക്കാറില്ല. ചുരുക്കത്തിൽ ഈ 3 കാര്യങ്ങളും അള്ളാഹു എന്നിൽ എന്താണോ വിധിച്ചത്, കണക്കാക്കിയത് എങ്കിൽ അതിലങ്ങ് സന്തോഷത്തോടെ നിന്നുകൊടുക്കുന്നു എന്ന ചെറിയ ഒരു കാര്യം എനിക്കുണ്ട് എന്ന് ഈ ഇടയപ്പെണ്ണ് ആബിദിനോട് പറയുകയാണ്. ഇത് ജീവിതം മുഴുവൻ കഠിനാധ്വാനം ചെയ്ത് ആരാധനകൾ നടത്തുന്ന ഈ മനുഷ്യനോട് ഈ പെണ്ണ് പറയുന്നത് ചെറിയൊരു കാര്യമുള്ളത് ഇതാ. ഏത്? പടച്ചവൻ എന്റെ കാര്യത്തിൽ എന്തൊന്നാണ്ട് തീരുമാനിച്ച് ഞാനത് അനുഭവിക്കാൻ തുടങ്ങിയാലും പെട്ടെന്ന് അതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താവില്ല, ഞാൻ ആശിക്കൂല. ഞാൻ പടച്ചവൻ അങ്ങനെ നിന്നു കൊടുക്കും, പടച്ചവന്റെ വിധിക്കനുസരിച്ച് അങ്ങനെ ഞാൻ നിന്നു കൊടുക്കും. ഇങ്ങനെയുള്ള ചെറിയ ഒരു കാര്യമുണ്ട് എന്ന് കേട്ടപ്പോ ആബിദായ മനുഷ്യൻ കരങ്ങൾ തലയിൽ വെച്ച് പറഞ്ഞു, അഹാദിഹി ഹുസൈല, ഇതാണോ ചെറിയ കാര്യം? വല്ലാഹി ഹാദിഹി ഖസ്ലത്തുൻ അളീമാ, ഇത് ഭയങ്കര കാര്യം തന്നെയാണ്, ഇത് മഹത്വമേറിയ കാര്യം തന്നെയാണ്. യഅ്ജസു അൻഹൽ ഉബ്ബാദ്, സന്യാസിമാർ വരെ തോറ്റുപോകുന്ന, വലിയ ഭക്തന്മാരും ആരാധനക്കാരും തോറ്റുപോകുന്ന മേഖലയാണിത്. അങ്ങോട്ടാണല്ലോ നിങ്ങൾ എത്തിപ്പെട്ടത്. അതുകൊണ്ട് സ്വപ്നത്തിന്റെ അർത്ഥം എനിക്ക് പിടികിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ആ ഇടയപ്പെണ്ണിനോട് യാത്ര ചോദിച്ച് തിരിച്ചു പോരുകയാണ് ആ മഹാൻ. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ കഠിനാധ്വാനത്തിന്റെ മഹത്വവും പ്രതിഫലവും കൂലിയും കിട്ടുകയാണ്. ഏതുകൊണ്ട്? പടച്ചോൻ കണക്കാക്കി ഏതായാലും നടക്കും, അതല്ലാത്തത് നടക്കൂലല്ലോ.
അവ നടക്കുന്ന കാര്യത്തിൽ നിന്ന് സന്തോഷത്തോടെ നിന്നുകൊടുത്താൽ വലിയ ആരാധനയുടെ മഹാത്മ്യം, വലിയ കഠിനാധ്വാനത്തിന്റെ പ്രതിഫലം അള്ളാഹു നൽകുമെന്ന പാഠമാണ് ഇമാം ഗസാലി റഹിമഹുല്ല ഈ ചരിത്രത്തിലൂടെ വിശ്വാസികളെ പഠിപ്പിക്കുന്നത്. قال جعفر بن سليمان لرابعة العدوية رضي الله عنها. സ്ത്രീ വിഭാഗത്തിലെ പ്രസിദ്ധയായ മാതൃകാ വനിതയാണ് റാബിഅത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹ. പുരുഷന്മാരെ പോലെ ലോകത്ത് ഔലിയാക്കൾ വന്നിട്ടില്ലെങ്കിലും, പുരുഷന്മാരെ പോലെ ഒറ്റ നബിയും പെൺവർഗത്തിൽ വന്നിട്ടില്ല. എന്നാലോ വലിമാരുടെ കൂട്ടത്തിൽ, സൂഫികളുടെ കൂട്ടത്തിൽ, ജ്ഞാനികളുടെ കൂട്ടത്തിൽ കുറെ മാതൃകാ വനിതകൾ വന്നു. അതിലൊരു പ്രധാനപ്പെട്ട പെണ്ണാണ് റാബിഅ റളിയല്ലാഹു അൻഹ. ജഅഫർ ഇബ്നു സുലൈമാൻ എന്ന ഖോജ ഒരിക്കൽ റാബിയയോട് ചോദിച്ചു, മത്താ യകൂനുൽ അബ്ദു റാളിയൻ അനില്ലാഹി തആല, വിധിയിൽ പൊരുത്തപ്പെടണം, അള്ളാഹുവിനെ പൊരുത്തപ്പെടണം, അള്ളാഹുവിനെ സ്നേഹിക്കണം, ഇതൊക്കെ ഒരു മനുഷ്യന്റെ പൂർണ്ണതയുടെ ഭാഗമാണ്, സ്വർഗത്തിൽ ഉന്നത സ്ഥാനം കിട്ടാനുള്ള കാര്യമാണ് എന്നൊക്കെ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. മഹദി, എനിക്കൊരു സംശയം, മത്താ യകൂനുൽ അബ്ദു റാളിയൻ അനില്ലാഹി തആല, എപ്പോഴാണ് ഒരു മനുഷ്യൻ, ഒരു അടിമ അള്ളാഹനെ പൊരുത്തപ്പെടുന്നത്? എപ്പോഴാണത്? എപ്പോഴാണ് വിധിയിൽ പൊരുത്തപ്പെടുന്നത്? ഫഖാലത്ത്, മഹദി പറഞ്ഞു, മഹദി ഉടനെ അറിയിച്ചു, ഇദാ കാന മസ്റൂറൻ ബിമുസീബതിഹി മിസ്ല സുറൂരിഹി ബിന്നിഅമതി. ഇദാ കാന സുറൂറുഹു ബിൽ മുസീബതി, ഇദാ കാന സുറൂറുഹു ബിൽ മുസീബതി മിസ്ല സുറൂരിഹി ബിന്നിഅമതി. എപ്പോഴാ അള്ളാഹുവിനെ ഒരു അടിമ പൊരുത്തപ്പെടുന്നത്? ഇദാ കാന സുറൂറുഹു ബിൽ മുസീബതി മിസ്ല സുറൂരിഹി ബിന്നിഅമതി. സുഖം വരുമ്പോൾ, ആനന്ദം വരുമ്പോൾ, സൗഖ്യം വരുമ്പോൾ സന്തോഷിക്കുന്നത് പോലെ തന്നെ അതേ സന്തോഷം കഷ്ടപ്പാടിന്റെ സമയത്തും സന്തോഷിക്കണം. എങ്ങനെ? സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുമ്പോൾ, സാമ്പത്തിക നേട്ടമുണ്ടാകുമ്പോൾ, സാമ്പത്തികമായ ലാഭങ്ങൾ ഉണ്ടാകുമ്പോൾ സന്തോഷിക്കുന്ന പോലെ തന്നെ, സന്തോഷിക്കുന്ന ക്രമത്തിൽ തന്നെ സാമ്പത്തിക പരാജയം വരുമ്പോഴും സന്തോഷിക്കുക. ശാരീരിക സുഖവും ആരോഗ്യവും ഉണ്ടാകുമ്പോൾ സന്തോഷിക്കുന്നത് പോലെ തന്നെ ശാരീരികമായി രോഗം ബാധിക്കുമ്പോഴും സന്തോഷിക്കുക. അതാണ് ഇദാ കാന സുറൂറുഹു ബിൽ മുസീബത്തി മിസ്ല സുറൂരിഹി ബിന്നിഅമതി. മുസീബത്ത് ഉണ്ടാകുമ്പോൾ സന്തോഷിക്കുക. ഏതുപോലെ നിഅമത്ത് ഉണ്ടാകുമ്പോൾ സന്തോഷിക്കുന്നത് പോലെ തന്നെ. ഇങ്ങനെ ഒരാൾ എപ്പോഴാണോ ആകുന്നത് എങ്കിൽ അപ്പോഴാണ് ആ മനുഷ്യൻ റബ്ബിനെ പൊരുത്തപ്പെടുന്നത്. ഭൂമിയിൽ ജീവിക്കുന്ന ഞാനും നിങ്ങളും പല കാര്യങ്ങളാൽ തീ തിന്നാണ് ജീവിക്കുന്നത്, ടെൻഷൻ അടിച്ചാണ് ജീവിക്കുന്നത്, അസ്വാസ്ഥ്യങ്ങളോടെയാണ് ജീവിക്കുന്നത്. എന്തേ കാര്യം? ഈ പാഠം നാം പഠിക്കാത്തത് കൊണ്ടാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചില്ലേ, ഇന്നല്ലാഹ അസ്സ വജല്ല ജഅല റൗഹ വൽ ഫർഹ ഫിർറിളാ വൽ യഖീൻ. അല്ലാഹു സുഖവും സന്തോഷവും സമാധാനവും വെച്ചിട്ടുള്ളത് എവിടെയെന്നറിയോ? എവിടെയാ? അല്ലാഹു സുഖസന്തോഷം സമാധാനം നിശ്ചയിച്ചിട്ടുള്ളത് ഫിർറിളാ വൽ യഖീൻ, ദൃഢവിശ്വാസത്തിലും വിധിയിലുള്ള പൊരുത്തത്തിലുമാണ്. ദൃഢവിശ്വാസം, കരുത്തുള്ള വിശ്വാസം, ഈമാൻ. ആ ഈമാനിലും റിളയിലും അള്ളാഹുവിന്റെ ഇടപെടലിലുള്ള പൊരുത്തം. ഈ രണ്ടു കാര്യങ്ങൾ എവിടെയുണ്ടോ അവിടെ സുഖമുണ്ട്, അവിടെ സന്തോഷമുണ്ട്, അവിടെ സമാധാനമുണ്ട്. ഖാല റസൂലുള്ളാഹി. സമാധാനം ഇല്ലാത്തത് എവിടെ ഈ ടെൻഷനൊക്കെ ഉണ്ടാകുന്നത്? വജഅലല്ലാഹുൽ ഗമ്മ വൽ ഹുസ്ന, ദുഃഖവും മുഷിപ്പും കഷ്ടപ്പാടുകളും വ്യസനങ്ങളും അല്ലാഹു വെച്ചിട്ടുള്ളത് എവിടെയാണെന്നറിയുമോ? എവിടെയാ? ഫിശ്ശക്കി വസ്സുഖ്തി, സംശയത്തോടുകൂടെയുള്ള ഈമാനിൽ, സംശയത്തിന്റെ മേഖലയിൽ, വസ്സഖ്തി, അല്ലാഹുവിന്റെ വിധിയെ ചോദ്യം ചെയ്ത് വെറുക്കുന്ന മേഖലയിൽ, അവിടെയാണ് അല്ലാഹു ദുഃഖവും വ്യസനവും ടെൻഷനൊക്കെ വെച്ചിട്ടുള്ളത്. സന്തോഷത്തിന്റെ മാർഗമാണ് റിളയുടെ മാർഗം, അല്ലാഹുവിന്റെ വിധിയിലുള്ള പൊരുത്തത്തിന്റെ മാർഗം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ,
അള്ളാഹുവിന്റെ സർവാധികാരത്തിൽ നിയന്ത്രിതമാണ് മനുഷ്യരായ നാമും ഈ പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളും. പ്രകൃതിയിലെ സകല പ്രക്രിയകളും അള്ളാഹുവിന്റെ ഉത്തരവിനനുസരിച്ച് ഉണ്ടായിത്തീരുന്ന കാര്യങ്ങളാണ്. ഈ ആശയമാണ് മതവിശ്വാസത്തിന്റെ കാതൽ. ഈ ദർശനമാണ് മതവിശ്വാസത്തിന്റെ കാതൽ. പരിശുദ്ധ ഖുർആൻ ഈ പാഠം എത്ര ഭാഗത്താ പഠിപ്പിച്ചത്? ഇടയ്ക്കിടെ മുഅ്മിനിനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുക, അവന്റെ ചിന്തയെ തൊട്ടുണർത്തിക്കൊണ്ടിരിക്കുകയാണ് ഖുർആൻ. അല്ലേ? മാ അസ്വാബ മിൻ മുസീബത്തിൻ ഫിൽ അർള്, ഭൂമിയുടെ ഏത് കോണിലാണെങ്കിലും ഭൂമിയുടെ ഏത് പ്രദേശങ്ങളിലാണെങ്കിലും ഒരു മുസീബത്തും ഒരു ദുരന്തവും വരുന്നില്ല. അത് ജപ്പാനിലായിരുന്നാലും ഇന്ത്യയിലായിരുന്നാലും ഭൂമിയുടെ ഉരുണ്ട ഭൂമിയിലെ ഏത് ഭാഗത്തായിരുന്നാലും അവിടെയൊക്കെ ദുരന്തങ്ങൾ ഉണ്ടാകുന്നത്, അവിടെയൊക്കെ നഷ്ടങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുന്നത്. വലാ ഫീ അൻഫുസികും, നിങ്ങളിൽ തന്നെ ദുരന്തങ്ങൾ ഇറങ്ങുന്നത്, നിങ്ങൾ ഓരോ വ്യക്തികളിലും പ്രയാസങ്ങളും പ്രതിസന്ധികളും വരുന്നത്. ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഅഹാ, അത് സംഭവിക്കുന്നതിന്റെ മുമ്പ് തന്നെ അള്ളാഹു ഒരു കിതാബിൽ, ഒരു പുസ്തകത്തിൽ, ഒരു ഗ്രന്ഥത്തിൽ അക്കാര്യം വളരെ വ്യക്തമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. മിൻ ഖബ്ലി അൻ നബ്റഅഹാ, അത് നടക്കുന്നതിന്റെ മുമ്പ് തന്നെ അള്ളാഹുവിന്റെ കിതാബിൽ അതുണ്ട്. ജപ്പാനിലെ സുനാമിയിൽ മരിക്കുന്ന ആളുകളുടെ എണ്ണം എത്രയാ നമുക്ക് പിടികിട്ടിയിട്ടില്ല, അവിടുത്തെ ഗവൺമെന്റിനും പിടികിട്ടിയിട്ടില്ല. അവര് വലിയ ടെക്നോളജിയുടെ ആളുകളാ. എന്ത് ചെയ്യാൻ പറ്റി? ഈ ദുരന്തത്തിന്റെ മുന്നിൽ അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല മനുഷ്യന്. അള്ളാഹു അതാ പറയുന്നത്. അതിന്റെയൊക്കെ കണക്കാ ലോകത്തിന് പിടികിട്ടില്ലെങ്കിലും അള്ളാഹുവിന് പിടികിട്ടും. അവൻ നേരത്തെ മിൻ ഖബ്ലി അൻ നബ്റഅഹാ, അത് ഭൂമിയിൽ വരുന്നതിന്റെ മുമ്പ് തന്നെ ആ കിതാബിൽ അള്ളാഹു രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇതെങ്ങനെ പറ്റുമോ? ഇതെങ്ങനെ സാധിക്കും? ഇന്ന ദാലിക അലല്ലാഹി യസീർ, ഇതൊക്കെ അല്ലാഹുവിന് വളരെ വളരെ എളുപ്പം മാത്രമാകുന്നു. ഒരു പ്രയാസമില്ല, അല്ലാഹുവിന് വളരെ സിമ്പിളാ. ഇപ്പൊ എന്താ അല്ലാഹ് പറഞ്ഞത്? ഭൂമിയുടെ കോണിൽ എവിടെയായാലും അവിടങ്ങളിൽ ദുരന്തം ഇറങ്ങുന്നത്. വലാ ഫീ അൻഫുസികും, മനുഷ്യരെ നിങ്ങളിൽ, നിങ്ങളുടെ കുടുംബങ്ങളിൽ നാശവും നഷ്ടവും പ്രയാസവും ഇറങ്ങി വരുന്നത് എല്ലാം അള്ളാന്റെ രേഖയാണ്. എന്തിനാ അത് പറഞ്ഞിരുന്നത്? എന്തിനാണ് അല്ലാഹു ഇത് പറഞ്ഞത്? ആ കാര്യം തുടർന്ന് അല്ലാഹു സൂറത്തുൽ ഹദീദിന്റെ 22, 23 ആയത്തുകളിൽ പഠിപ്പിക്കുന്നത് അതാണ്. ലികൈലാ തഅസൗ അലാ മാ ഫാതകും വലാ തഫ്റഹു ബിമാ ആതാകും. എന്തിനാ ഇത് പറഞ്ഞത്? ലികൈലാ തഅസൗ അലാ മാ ഫാതകും, നിങ്ങൾക്ക് കിട്ടാതെ നഷ്ടപ്പെട്ടു പോയ സുഖസൗകര്യങ്ങളുടെ കാര്യത്തിൽ നിരാശ പൂണ്ട് നിങ്ങൾ ദുഃഖിക്കാതിരിക്കാൻ. നിങ്ങൾ പലതും ആശിച്ചിരുന്നു, പ്രതീക്ഷിച്ചിരുന്നു, കിട്ടിയില്ല. കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ അതിൽ നിരാശ പൂണ്ട് ദുഃഖിക്കാതിരിക്കാനാണ് ഞാനിത് പറഞ്ഞിരുന്നത്. എന്റെ രേഖയനുസരിച്ച് ഭൂമി ചലിക്കൂ, മനുഷ്യർ ചലിക്കൂ. ഇത് ഞാൻ പറഞ്ഞിരുന്നത് നിങ്ങൾക്ക് പലതും കിട്ടാതിരിക്കുമ്പോൾ നിരാശ പൂണ്ട് നിങ്ങൾ ദുഃഖിച്ചിരിക്കാറുണ്ട് മുഅ്മിനീങ്ങളെ. ആ ദുഃഖത്തിൽ നിന്ന് നിങ്ങളെ മാറ്റാനാണ് ഞാനിത് പറയുന്നത്. വലാ തുഫ്റഹു ബിമാ ആതാകും, നിങ്ങൾക്ക് ലഭിച്ചതിന്റെ കാര്യത്തിൽ പരിധി വിട്ട് സന്തോഷിക്കാതിരിക്കാനും. കിട്ടിയപ്പോ അള്ളാനെ മറന്നു നിങ്ങൾ സന്തോഷിക്കണ്ട. അള്ള രേഖയാക്കി വെച്ച് കണക്കാക്കി ഓഹരിയാക്കി തന്നപ്പോ കിട്ടിയതാ. ഈ ബോധ്യം നിങ്ങൾക്കുണ്ടാകാനാണ് ഈ സത്യം പറയുന്നത്. ഞാനും നിങ്ങളും ഗൗരവത്തോടു കൂടെ ആലോചിക്കേണ്ട പാഠം, വിഷയം എന്താ അറിയോ? നമുക്ക് എന്താ അധികാരമുള്ളത്? നമുക്ക് എന്ത് കഴിവുള്ളത്? എന്തള്ളത്? ഒരു കഴിവും അധികാരവും ശക്തി ഒന്നുമില്ല. ഉണ്ടെന്ന് മനസ്സിലാക്കിയ ആളുകൾ, ഖുർആനിന്റെ സംബോധിതരായ സമൂഹം, ഖുർആൻ പറയുന്നുണ്ട് സൂറത്ത് ആല ഇംറാനിൽ, യഖൂലൂന ഹൽ ലനാ മിനൽ അംരി മിൻ ശൈ, നബിയെ അവരങ്ങയോട് ചോദിക്കുന്നു, ഹൽ ലനാ മിനൽ അംരി മിൻ ശൈ, ഞങ്ങൾക്ക് അധികാരത്തിൽ നിന്നൊരു പങ്കുമില്ലേ, ഞങ്ങൾക്ക് കഴിവിൽ നിന്നൊരു പങ്കുമില്ലേ എന്ന് അവർ നിങ്ങളോട് ചോദിക്കുന്നു. ഖുൽ ഇന്നൽ അംറ കുല്ലഹു ലില്ലാഹ്,
നബിയെ അങ്ങ് പ്രഖ്യാപിച്ചോളൂ, അവർക്ക് പറഞ്ഞു കൊടുത്തോളൂ. അവരൊക്കെ വിചാരിച്ചു അള്ളാഹ് അവരെ അധികാരം കെട്ടി ഏൽപ്പിച്ച് അള്ളാഹ് പൂർണ്ണാധികാരം അവരെ കയ്യിൽ കൊടുത്തേക്കുക എന്നാ, അല്ലെങ്കിൽ അള്ളാഹിന്റെ അധികാരത്തിനൊരു കയ്യും പങ്കും അവർക്കുണ്ട് എന്നാണ് അവരെ വിശ്വാസം. ഉണർത്തി കൊടുക്കൂ നബിയെ, ഖുൽ ഇന്നൽ അംറ കുല്ലഹു ലില്ലാഹ്, അധികാരം മുഴുവൻ അള്ളാഹുവിൻ്റെതാകുന്നു. മുഴുവൻ. ഇന്നൽ അംറ ലില്ലാഹ് എന്നല്ല പറഞ്ഞത്, ഇന്നൽ അംറ കുല്ലഹു ലില്ലാഹ്. ഏതൊക്കെ എന്തൊക്കെ വിഷയത്തിലുള്ള അധികാരങ്ങളും സ്വാധീനങ്ങളും ശക്തികളുമാണെങ്കിലും ലില്ലാഹ്, കുല്ലഹു ലില്ലാഹ്, മുഴുവൻ അള്ളാഹുവിൻ്റെതാ. ഖുർആൻ തന്നെ നോക്ക്, ഖുർആൻ തന്നെ നമുക്ക് ഖുർആനിലൂടെ യാത്ര ചെയ്യാം. വഇം മിൻ ശൈഇൻ ഇല്ലാ ഇൻദനാ ഖസാഇനു, എന്തൊരു വസ്തുവാണെങ്കിലും എന്തൊരു കാര്യമാണെങ്കിലും ഇല്ലാ ഇൻദനാ ഖസാഇനു, അതിന്റെ ഖജനാവ് എന്റെ കയ്യിലാണ്. പണായാലും ആരോഗ്യമായാലും അധികാരാണെങ്കിലും പ്രസിദ്ധിയാണെങ്കിലും സ്ഥാനമാനമാണെങ്കിലും എന്താണെങ്കിലും അതാ പറയുന്നത് എന്തൊരു കാര്യമാട്ടെ, ഇനി MLA സ്ഥാനമാകട്ടെ, അപ്പൊ അതിനു വേണ്ടിയല്ലോ ഓടുന്നത് നമ്മൾ രാഷ്ട്രീയക്കാരല്ലേ, എന്താവട്ടെ, ഇല്ലാ ഇൻദനാ ഖസാഇനു, എന്റെ കരങ്ങളിലാണ് അതിന്റെ ഖജനാവിലി ഇരിക്കുന്നത്. വമാ നുനസ്സിലുഹു ഇല്ലാ ബിഖദരിൻ മഅലൂം. ഈ അധികാരത്തിൽ നിന്ന് കഴിവുകളിൽ നിന്ന് നാം നിശ്ചിത അളവിൽ അങ്ങനെ ഇറക്കി കൊടുക്കും. അള്ളാഹു പറയാം, അള്ളാഹു ഇച്ഛിക്കുന്ന ആളുകൾക്ക് അള്ളാഹു തോന്നുന്ന അളവിൽ അങ്ങനെ ഇറക്കി കൊടുക്കും. എങ്ങനെ ഇറക്കി കൊടുക്കും? ഇല്ലാ ബിഖദരിൻ മഅലൂം, അത് അള്ളാഹു ആ കണക്കാക്കിയ അത്രേ അങ്ങോട്ട് കൊടുക്കും, തൽക്കാലം അങ്ങോട്ട് കൊടുക്കും. അള്ളാഹുവിന്റെ ഖുദ്റത്ത് തൽക്കാലം ആ സൃഷ്ടികളിലെ അങ്ങോട്ട് ഏൽപ്പിക്കൂ അള്ളാഹു, പരീക്ഷണത്തിന് വേണ്ടി. ഇതല്ലാതെ ഒന്നുമില്ല. ഇപ്പൊ രാഷ്ട്രീയക്കാര് ഓടി നടന്ന് ഒരു സീറ്റ് എവിടെയെങ്കിലും ഉറപ്പിക്കാൻ വേണ്ടി, അതിന് മുസ്ലിമീങ്ങളുടെ പേരുള്ള രാഷ്ട്രീയ പാർട്ടി ആണെങ്കിലും ശരി അല്ലെങ്കിലും ശരി, എന്നിട്ട് അതിന് ചരടുവലി നടത്തിയിട്ട് പലതരം ലൊട്ടിലൊടുക്ക് വിദ്യകൾ പ്രയോഗിച്ച് കിട്ടാതിരിക്കുമ്പോ നേതാവും വേണ്ട പാർട്ടിയും വേണ്ട, എന്നിട്ട് അതിന് ഭയങ്കര കുലുമാലും ഒച്ചപ്പാടും. മുഅ്മിനീങ്ങളായ ആളുകളാണെങ്കിൽ എന്താ അവർ മനസ്സിലാക്കേണ്ടത്? ഖുർആൻ തന്നെ പറയുന്നുണ്ട്, ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്ക് തുഅതിൽ മുൽക മൻ തശാ വതൻസിഉൽ മുൽക മിമ്മൻ തശാ വതുഇസ്സു മൻ തശാ വതുദില്ലു മൻ തശാ ബിയദികൽ ഖൈർ ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ. എന്തൊരാശയമാണ് ഈ ആയത്തിനൊക്കെ, എന്തൊരർത്ഥമാണ് ഈ ആയത്തിനൊക്കെ അല്ലേ. ഹുസ്നി മുബാറക്കുമാർ ഒരുപാടുണ്ടായി അല്ലേ കഴിഞ്ഞ യുഗങ്ങളിൽ. വിദൂര ഭാവിയിൽ, അടുത്ത ഭാവിയിൽ തന്നെ നമ്മുടെ മുന്നിൽ തന്നെ ലോകത്തിന്റെ ഓമന പുത്രനായിരുന്ന ഒരു കാലത്ത് കേണൽ മുഅമ്മർ ഗദ്ദാഫി അല്ലേ, സ്വേച്ഛാധിപതികൾ സാമ്രാജ്യത്വ ശക്തികൾക്കെതിരെ ഒറ്റയാൻ സമരം നടത്തി ഒരു കാലത്ത് ജനങ്ങളുടെ കണ്ണിലുണ്ണിയായിരുന്ന മുഅമ്മർ ഗദ്ദാഫി ഇന്ന് ലോകത്ത് വെറുക്കപ്പെട്ട ആളായിട്ടുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ അവനും ഔട്ടാവും ഉറപ്പാ. ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്ക്, പറഞ്ഞോളൂ, നിങ്ങൾ എല്ലാവരും പറഞ്ഞോളൂ. എന്ത്? അല്ലാഹുമ്മ മാലിക്കൽ മുൽക്ക്, ആധിപത്യത്തിന്റെ അധിപനായ അല്ലാഹുവേ, അധികാരത്തിന്റെ അധിപനായ അല്ലാഹുവേ, തുഅതിൽ മുൽക മൻ തശാ, നീ ഉദ്ദേശിച്ചവർക്ക് രാജാധികാരം ഭരണാധികാരം നീ തൽക്കാലം കൈമാറും. വതൻസിഉൽ മുൽക മിമ്മൻ തശാ, നീ ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് ആ അധികാരം നീ വലിച്ചൂരും. ഖുർആന്റെ പ്രയോഗം തൻസിഉ, വലിച്ചൂരുന്ന. കണ്ടോ, ഈജിപ്തിൽ വലിച്ചൂരിയത് കണ്ടില്ലേ? വലിച്ചൂരും. ആരൊക്കെ പിന്നിലുണ്ടായാലും ശരി. അമേരിക്കയുടെ ഓമന പുത്രനായിരുന്നു ഹുസ്നി മുബാറക്ക്. എന്ത് ചെയ്യാൻ പറ്റി? വലിച്ചൂരും.
വതുഇസ്സു മൻ തശാ വതുദില്ലു മൻ തശാ. അല്ലാഹു ഉദ്ദേശിക്കുന്നവരെ യോഗ്യരാക്കി ഉയർത്തി വെക്കും ദുനിയാവിൽ. വതുദില്ലു മൻ തശാ, അല്ലാഹു ഉദ്ദേശിക്കുന്നവരെ താഴെ തട്ടിലേക്ക് അല്ലാഹു ഇറക്കി വെക്കും. ബിയദിക്കൽ ഖൈർ, നിന്റെ കരങ്ങളിലല്ലോ സകല ഖൈറും ഇരിക്കുന്നത്. ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഈ ആയത്തൊക്കെ പഠിച്ചിട്ടേ ജബരിയത്തിന്റെ വാദത്തിൽ എത്തരുത്. ഈ വിധിയുടെ വിശ്വാസത്തിൽ, വിധി വിശ്വാസത്തിൽ ലോകത്ത് പല ചിന്താധാരകളും ആശയങ്ങളും വിശ്വാസങ്ങളും ഉണ്ടായി. മുസ്ലിമീങ്ങളിൽ തന്നെ ആഭ്യന്തര കലഹമുണ്ടായി. മുസ്ലിമീങ്ങളിൽ തന്നെ വിധിയിലുള്ള വിശ്വാസത്തിൽ പല ഗ്രൂപ്പ് ഉണ്ടായി, അല്ലേ? ഉണ്ടായി. ജുബായി ഗ്രൂപ്പ്, മുഅ്തസിലത്തുണ്ടായി, ലാ അദിരിയത്തുണ്ടായി, ഖദരിയത്തുണ്ടായി, ജബരിയത്തുണ്ടായി. ഇതൊക്കെ ഇന്നത്തെ നോട്ടീസ് ഒട്ടിക്കുന്ന ഗ്രൂപ്പുമായിരിയല്ല, ഇത് പണ്ടുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ മുസ്ലിം ഉമ്മത്തിലുണ്ടായ ഗ്രൂപ്പാണിത്. എന്ത് വിഷയത്തിലെ അവർ ഗ്രൂപ്പായത്? അള്ളാഹുവിന്റെ വിധിയിലുള്ള കാഴ്ചപ്പാടിൽ അവർ ഭിന്നരായി. ജബരിയത്ത് ഈ ആയത്ത്, ഇപ്പൊ ഞാൻ ഈ ഓതി വെച്ച ആയത്തൊക്കെ മാത്രം നോക്കിയിട്ട് അവർ പറഞ്ഞു, മനുഷ്യനൊരു കർമ്മ സ്വാതന്ത്ര്യമേ ഇല്ല. കൊച്ചുകുട്ടിയുടെ കയ്യിലുള്ള കളിപ്പാവ പോലെയാണ് അള്ളാഹുവിന്റെ കയ്യിൽ നമ്മളുള്ളത്. കൊച്ചുകുട്ടിയുടെ കയ്യിലുള്ള കളിപ്പാവ ഇങ്ങോട്ട് തിരിച്ചാൽ ഇങ്ങോട്ട് തിരിയും, ഇങ്ങോട്ട് തിരിച്ചാൽ ഇങ്ങോട്ട് തിരിയും, മൂത്രത്തിലിട്ടാ അതിൽ വീഴും. അല്ലാതെ കളിപ്പാവക്ക് അനങ്ങാൻ വയ്യ. ഇതുപോലെ പടച്ചവന്റെ കുതിരത്തിന്റെ കരങ്ങളിൽ നമ്മൾ അങ്ങനെയാണെന്നാ ജബരിയത്ത് പറഞ്ഞത്. ഈ ആയത്ത് ഒറ്റ നോട്ടത്തിൽ ബാഹ്യമായി വിലയിരുത്തുമ്പോ അങ്ങനെ തോന്നും. ഇനി വേറൊരു വിഭാഗമുണ്ട്, മുഅ്തസിലിയാക്കൾ. അവര് മനുഷ്യരിൽ കർമ്മ സ്വാതന്ത്ര്യം പറഞ്ഞിട്ട് അള്ളാഹുവിനൊരു കയ്യുമില്ല. മനുഷ്യന്റെ ചിന്തയിലോ പ്രവർത്തനങ്ങളിലോ അള്ളാഹ്ക്കൊരു കയ്യുമില്ല. മനുഷ്യൻ പൂർണ്ണ സ്വതന്ത്രരാണെന്ന് മുഅ്തസിലിയാത്ത് പറഞ്ഞു. ഇനി ദീനിന്റെ അപ്പുറത്ത് കുറെ ഗ്രൂപ്പ് ഉണ്ട്. ഏത് വിഷയത്തിൽ? വിധി. ഭൂമിയിൽ മനുഷ്യരുടെയും ജീവജാലങ്ങളുടെയും സൃഷ്ടിജാലങ്ങളുടെയും ചലനത്തിന്റെ വിഷയത്തിൽ ഇസ്ലാമിന് പുറത്തൊരുപാട് ചിന്താധാരകൾ ഉണ്ടായി. മെറ്റീരിയലിസം, പദാർത്ഥവാദം. എന്താ മെറ്റീരിയലിസം പറയുന്നത്? മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു പദാർത്ഥ സമുച്ചയമാണ് എന്നല്ലാതെ അവന് ദിശ നിർണയിക്കാനോ സ്വാധീനം ചെലുത്താനോ ഒരു ദൈവത്തിനോ ഒരു നിയമത്തിനോ സാധിക്കില്ല എന്ന് പറഞ്ഞ് ആത്മീയതയെ കാടടച്ച് വെടിവെച്ച് ഇല്ല എന്ന് പറഞ്ഞ വിഭാഗമാണ് മെറ്റീരിയലിസത്തിന്റെ ആളുകൾ. വേറൊരു വിഭാഗമുണ്ട്, നാച്ചുറലിസം. എന്താ നാച്ചുറലിസത്തിന്റെ ആളുകൾ പറഞ്ഞത്? പ്രകൃതിവാദം. മനുഷ്യൻ പ്രകൃതിയുടെ ഉൽപ്പന്നമാണ്. ഈ പ്രകൃതിയിൽ നിന്ന് മാറിപ്പോകാനോ പ്രകൃതിയെ ഭേദിച്ച് മുന്നേറാനോ മനുഷ്യന് പറ്റൂല. ഒരാൾ ദേഷ്യം കൂടിയ ആളാണെങ്കിൽ അവൻ എന്നും മരിക്കോളം ദേഷ്യം കൂടി തന്നെ നിൽക്കണത് മാറ്റാൻ പറ്റൂല എന്നാണ് അവർ പറയുന്നത്. അങ്ങനെ നമ്മളെ ഇടയിലും ചിലരൊക്കെ പറയും, എന്താ ഇക്കാക്ക നിങ്ങളെ സ്വഭാവം ഒന്ന് മാറ്റിക്കൂടെ? ജനങ്ങളെയൊക്കെ വെറുപ്പിക്കുന്ന ഈ ഒരു പെരുമാറ്റം, എനിക്കൊരു സ്വഭാവമുണ്ട്, എൻ്റെ ബാപ്പാക്കൊരു സ്വഭാവമുണ്ട്, ഇതൊന്നും ലോകത്ത് മാറൂല. മുസ്ലിം ആണെങ്കിൽ പറയാൻ പറ്റൂല. പിന്നെ ഖദ് അഫ്ലഹ മൻ തസക്ക, ആ ആയത്തൊക്കെ മാറ്റേണ്ടി വരുമല്ലോ. മനസ്സിനെ സംസ്കരിക്കുന്നവർക്കാണ് വിജയം. പറ്റൂലെങ്കിൽ പിന്നെ അള്ളാഹു അത് പറയോ? അതൊരു ശരിയല്ല. നാച്ചുറലിസം, പ്രകൃതിവാദം എന്ന് പറയുന്നത് ശരിയല്ല. മനുഷ്യന് മാറാൻ പറ്റും. പിന്നെയോ സോഷ്യോളജിസം, സാമൂഹികവാദം. മനുഷ്യന്റെ ഗുണഗണങ്ങൾ, നന്മകളെല്ലാം സമൂഹത്തിൽ നിന്ന് കിട്ടിയതാ. ഇതൊന്നും പൂർണ്ണമായി ശരിയല്ല, ഭാഗികമായി ശരിയാണ്. ഒരു മനുഷ്യന്റെ ചുറ്റുപാടും സാഹചര്യമാണ് അവന്റെ സ്വഭാവത്തെ മാറ്റുന്നതും നിയന്ത്രിക്കുന്നതും പറയുന്ന സംഭവം ഭാഗികമായി ശരിയാണ്. പൂർണ്ണമായി അതിനെ പിൻപറ്റാൻ പറ്റൂല. വേറൊന്നുണ്ട്, ഹിസ്റ്റോറിസിസം, ചരിത്രവാദം. മനുഷ്യന്റെ ഭാഗതയെ നിർണയിക്കുന്നത് ചരിത്രമാണ്, അല്ലാതെ ഒരു ദൈവത്തിനോ ഒരു മതത്തിനോ അതിലൊരു പങ്കുമില്ല. ഇങ്ങനെ കുറച്ച് ഞാൻ പറഞ്ഞെന്ന് മാത്രം, ഇതിനപ്പുറത്ത് ഞാൻ വായിച്ചതന്നെ ഇനിയുണ്ട് ഒരുപാട് പറയാൻ. നമുക്ക് അങ്ങോട്ട് പോകലല്ലല്ലോ നമ്മുടെ ലക്ഷ്യം. അപ്പോ വിധി എന്ന് പറയുന്ന കാര്യത്തില് എന്താണ് അള്ളാഹുവിന്റെ ഗ്രൂപ്പിന് പറയാനുള്ളത്? നിങ്ങളിപ്പോ ഒരു ഭാഗം കേട്ടു. ഏത് ഭാഗം? എല്ലാം അള്ളാഹുവിന്റെ ഖുദ്റത്തിന്റെ കയ്യിലാണുള്ളത്. ഇനി ഒരു മറുഭാഗമുണ്ട്, മനുഷ്യന്റെ കർമ്മ സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയുന്ന ഭാഗം. ഇത് രണ്ടും സമന്വയിപ്പിക്കുമ്പോൾ, ഈ രണ്ടു തരം ആയത്തുകളും ഒന്നിച്ച് പഠിക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊരു ഉത്തരം കിട്ടും. അതാണ് സത്യം. ഇൻഷാ അല്ലാഹ് ഇന്ന് പറയാൻ സമയമില്ല, അടുത്ത ആഴ്ച നമുക്ക് പറയാം. അള്ളാഹുവിന്റെ വിധിയിൽ പൊരുത്തപ്പെട്ട് നിന്നു കൊടുക്കാനും അങ്ങനെ ഉന്നതരായ ആളുകളുടെ മേഖലയിലെത്താനും പടച്ച തമ്പുരാൻ നമ്മെ സഹായിക്കുമാറാകട്ടെ. വആഖിറു ദഅ്വാന